സ്വാഗതം. ഇത് നമുക്കൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു മുട്ട റോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മുട്ട റോസ്റ്റിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് ചേരുവകളൊക്കെ ചേർത്തിട്ട് നല്ല രുചികരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ അപ്പത്തിന്റെ കൂടെ, ഇടിയപ്പത്തിന്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിന്റെ കൂടെ ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു മുട്ട റോസ്റ്റ് നമുക്ക് നല്ല രുചികരമായിട്ട് തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. നമുക്കപ്പോൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്കൊന്ന് പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു വലിയ പച്ചമുളകാണ് ഞാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് സവാള മുറിച്ചതാണ്. ഇതിപ്പോൾ 5 വലിയ സവാള മുറിച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് കൂടുതൽ അളവിൽ, അതായത് ഒരു 8 മുട്ട ഉപയോഗിച്ചിട്ടുള്ള മുട്ട റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സവാള നല്ല കനം കുറച്ചിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട റോസ്റ്റൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് വഴന്ന് വരുമ്പോൾ നന്നായിട്ട് കുറഞ്ഞ് വരുമല്ലോ. അപ്പോൾ സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ വേണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവാള വേഗം വഴന്നും വരുമല്ലോ. എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായിട്ട് വന്നോട്ടെ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ ഒരു 7 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, ഇതൊരു 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു വലിയ കഷ്ണം ഇഞ്ചിന് കേട്ടോ. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം നന്നായിട്ട്. ഇപ്പോൾ സവാള കണ്ടോ ഒന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്ര മതി. ഇതിലേക്ക് ഇനി നമുക്ക് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി സവാളയാണെങ്കിലും നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ സവാള കണ്ടോ ആവശ്യത്തിന് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാനൊരു 1/4 ടീസ്പൂൺ തന്നെയാണ് ചേർക്കുന്നുള്ളൂ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, അതായത് 1 ടേബിൾ സ്പൂൺ അളവിൽ, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചതച്ച മുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഗരം മസാലയും കൂടിയും ചേർക്കുന്നുണ്ട് 1 ടീസ്പൂൺ അളവിൽ. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊന്ന് മൂത്ത് വന്നോട്ടെ. ഇത് മതി. ഇതിലേക്ക് ഇനി ഞാൻ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ, അളവ് കൂടി പോണ്ട. ഗ്രീൻ ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ അളവിൽ. ഡാർക്ക് സോയാ സോസ് 1/2 ടേബിൾ സ്പൂൺ. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു നല്ല പഴുത്ത തക്കാളി മുറിച്ചത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല പുളിയുള്ള തക്കാളിയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അളവിൽ വേണ്ട കേട്ടോ. ഒരുപാട് പുളിയായി കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് വരില്ല. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില മുറിച്ചത്, പിന്നെ പുതിനയില മുറിച്ചത് 2 ടേബിൾ സ്പൂൺ അളവിൽ. മല്ലിയിലയും പുതിനയിലേക്ക് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ചേരണം. അതുപോലെ മല്ലിയില, പുതിനയില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇതിൻ്റെ കൂടെ യോജിച്ച് വരണം കേട്ടോ. മല്ലിയിലയും പുതിനയിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. അവസാനം ചേർക്കേണ്ട ആവശ്യമില്ല. റെഡി ആയി വരട്ടെ. ഇത് കണ്ടോ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ സവോളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടഞ്ഞ പോലെ ഒന്നും ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാട്ടെ. ഈ ഒരു സമയത്ത് വെള്ളം ചേർക്കുന്നത് കൊണ്ട് തന്നെ എഗ് റോസ്റ്റ് ആണെങ്കിലും മസാലയൊക്കെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയ പോലെ ഇരിക്കും. എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഒരു 1/4 കപ്പും കൂടി വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കും. കുറച്ച് വെള്ളത്തോടു കൂടി ഇരുന്ന് പിന്നെ അത് ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴാണ് എന്ത് കറിയാണെന്നുണ്ടെങ്കിലും ഇത് കഴിക്കാനൊന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാര്യം. ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം.
നന്നായിട്ടൊന്ന് തിളച്ചൊന്നും കൂടി ഒന്ന് കുറുകി വരട്ടെ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഗ്രേവിയൊക്കെ കണ്ടോ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഗ്രേവി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനി മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 8 മുട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. പുഴുങ്ങിയതിന് ശേഷം തൊലികളെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ഇങ്ങനെ കവറായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മസാല അത്യാവശ്യം വേണം, നമ്മൾ എടുക്കുന്ന ആ ഒരു മുട്ടയ്ക്ക് അനുസരിച്ച് തന്നെ കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊരു 6-7 മിനിറ്റോളം സമയം ഒന്ന് കുറഞ്ഞ തീയിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മുട്ട റോസ്റ്റൊക്കെ നന്നായിട്ട് കണ്ടില്ലേ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഉലുവയുടെ ഉണങ്ങിയ ഇല അല്ലെങ്കിൽ കസൂരി മേത്തിയാണ് കേട്ടോ. ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ വരും, അതുപോലെ നല്ല ഹെൽത്തിയാണ്. ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പൊടിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ തവയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ, എന്നാലാണ് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ നല്ല അടിപൊളി മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ നല്ല മസാലയൊക്കെ അങ്ങോട്ട് പൊതിഞ്ഞിരിക്കുന്ന നല്ല അടിപൊളി മുട്ട റോസ്റ്റ് തന്നെയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മുട്ട റോസ്റ്റിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. അതായത് നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. സവാള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക, സാധാരണ മുട്ട റോസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ. ഇത് അത്യാവശ്യം നല്ല സ്പൈസി തന്നെയാണ് കേട്ടോ. കുറച്ച് എരിവോട് കൂടിയൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ഇത് ടേസ്റ്റി ആയിട്ട് വരിക. ഇത് നാടൻ മുട്ട റോസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ മുട്ട റോസ്റ്റ് കഴിച്ച് മടുത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മുട്ട റോസ്റ്റ് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്തായാലും ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ നിന്ന് കമന്റ് ചെയ്യുക. ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.